ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചെന്നൈയിലെയും കേരളത്തിലെയും പരിശോധന തുടരുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്ന് നേരിട്ടെത്തി SIT വിവരം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ഭാരവാഹികളെയെല്ലാം തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നത്. ഇന്നിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നു. ഇനി ഉള്ള നടപടികൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. അതിൽ പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘം, അത് ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ സന്നിധാനത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളവരെ കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം ഇന്നും നടക്കാനിരിക്കുന്നത്. അതിൽ ഈ 2 FIR ഇട്ടാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മോഷണമാണ്. കൂടാതെ ഈ കട്ടിളപ്പടിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് 2 കേസുകളായിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ, ദേവസ്വം വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ കൂട്ടുപ്രതികളുമാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഈ കട്ടിളപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡും പ്രതിപട്ടികയിലുണ്ട്. അങ്ങനെ ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇന്ന് നടക്കാൻ പോകുന്നതും ഇതിൽ ഈ അറ്റകുറ്റപ്പണിക്കായി സ്പോൺസർ കൊണ്ടുപോയിട്ടുള്ള ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ കമ്പനിയിലാണ് നേരിട്ടെത്തിയ ഒരു അന്വേഷണം നടക്കേണ്ടത്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധയിടങ്ങളിൽ ഈ സ്വർണ്ണപ്പാളി അടക്കം കൊണ്ടുപോവുകയും അത് പ്രദർശന വസ്തുവാക്കുകയും പണം പിരിക്കുകയും ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരും ഹൈദരാബാദും അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരിട്ടെത്തി ഒരു അന്വേഷണം നടത്താനും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നുണ്ട്. ഇന്നലെ തന്നെ സന്നിധാനത്തെത്തുകയും അന്വേഷണം നടത്തുകയും ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം നേരിട്ട് പരിശോധിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ ചെന്നൈയിലടക്കം എത്തി ഒരു പരിശോധന നടത്താനിരിക്കുന്നത്. കൂടാതെ ഈ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് വരും ദിവസങ്ങളിൽ അത് സാവധാനം മാത്രമേ, അത് ചോദ്യം ചെയ്യലടക്കം കഴിഞ്ഞ് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി സാവധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.